ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അമ്മയുടെ നല്ലൊരു പൊന്നു മോനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മമോനാ. ആണോ? അമ്മ മോനല്ല, മോനാണ്. അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ ആ ഒരു അമ്മക്കും ഈ പ്രശ്നേഷിന്റെ സഹോദരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. ഒരു ദുരന്തം ചെക്കൻ ഇവിടെ വന്നിരുന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഒരു ബിടെക് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരാള്, അങ്ങനല്ലേ പറഞ്ഞ ആദ്യം അങ്ങനെ തോന്നുന്നു. ബിടെക് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ കക്കൂസ് കഴിക്കാൻ ഇറങ്ങി എന്നും പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി ലാസ്റ്റ് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയതിനു ശേഷം ആ സ്വന്തം അമ്മേനെയും പെങ്ങളെയും തന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം ഫോർച്യൂണർ മേടിക്കാൻ വേണ്ടി നടക്കുന്നു. ഫോർച്യൂണർ പോയിട്ട് ഒരു പറയും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല ഇവന്റെ ഈ പോക്ക് കണ്ടാല്. സംഭവം മെയിൻ ആവാൻ വേണ്ടി നോക്കിയതാ, നടന്നിട്ടില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ജോലി ഉപേക്ഷിച്ച് കൂലിപ്പണിക്കിറങ്ങിയ ആലപ്പുഴ സ്വദേശി എസ് രോഹിത് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമാണ്. വീടും പറമ്പും വൃത്തിയാക്കാൻ ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങിയ രോഹിത്തിന് തിരക്കോട് തിരക്കാണ്. ഞാനൊരു മലയാളി, അതായിരുന്നു വേണ്ടി. പഠിച്ചത് എഞ്ചിനീയറിംഗ്. ക്യാമ്പസ് സെലക്ഷൻ വഴി കോയമ്പത്തൂരിലെ കോർപ്പറേറ്റ് കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലിയും കിട്ടി. പക്ഷേ 6 മാസത്തിനപ്പുറം രോഹിതിനെ കാണണമെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ പറമ്പിലോ ചെല്ലണം. കൂലിപ്പണിയുടെ തിരക്കിലായിരിക്കും രോഹിത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് രോഹിത്തിനെ ഇവിടെ എത്തിച്ചത്. എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ടാവുക. ഇത് ഇവനായിട്ട് വലിയ സംഭവമൊന്നുമല്ല. മിക്ക ആളുകളും പട്ടിണിയിൽ തന്നെ വന്നത്. ഇവൻ ഈ ഒരു സംഭവം ഇവൻ ഈ ഒരു സംഭവം ആദ്യമേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നതാണ്. ഇവൻ ഇങ്ങനെ ഈ കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ മനസ്സിൽ ഇടം നേടി ഇങ്ങനെ അവിടെ ഇരിക്കാം, എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഫസ്റ്റ് തന്നെ പാളി. ഫസ്റ്റ് തന്നെ കുപ്പിന്റെ മുകളിൽ മിനറൽ വാട്ടറിന്റെ മുകളിൽ സാനിറ്റൈസർ അടിക്കുക, പഴത്തിന്റെ മുകളിൽ സാനിറ്റൈസർ അടിക്കുക, സാമാനത്തിന്റെ മുകളിൽ അടിക്കുക, ഇങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ ആളുകൾ ഇവനെ അങ്ങനോട് മാറ്റി വെച്ചാണ്. ഒപ്പം കൂലിപ്പണിക്കേറിയ അമ്മയെ ഇനി ജോലിക്ക് അയക്കേണ്ടെന്ന വാശിയും. അമ്മ ഞങ്ങളെ കൊച്ചിലേക്ക് വളർത്തിയെന്ന് വെച്ചാൽ ചകിരി പിരിച്ചും അതുപോലെ കുടപ്പണി ചെയ്തൊക്കെയാണ്. കൂലിപ്പണി ചെയ്യുന്നവരെന്തോ താഴേക്കിടയിലുള്ളതാണെന്നാണ് സമൂഹത്തിന്റെ കൺസെപ്റ്റ്. സത്യം പറഞ്ഞാൽ കൂലിപ്പണി ബെസ്റ്റാണ്. പക്ഷെ കിട്ടാണ്ടിരിക്കുമ്പം പെങ്ങളുടെ ഗോൾഡും അമ്മേന്റെ ഗോൾഡും ഒക്കെ മുക്കുക എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും അല്ലേ? അടിപൊളിയാണ്. ആദ്യം കൂലിക്ക് പറമ്പ് വൃത്തിയാക്കി തുടങ്ങി. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഇതോടെ കൂടുതൽ അന്വേഷണങ്ങളായി. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് എന്ന പേരിൽ പേജും തുടങ്ങി. ആ പേജാണ് ചരിത്രം സൃഷ്ടിച്ചത് കേരളത്തില്. ഒന്ന് ആലോചിച്ച് നോക്കിയ, ആദ്യം മുതലേ ഒരൊറ്റ വീഡിയോ 2-3 വീഡിയോ വന്ന് ആ കൊള്ളാം, ടാങ്കൊക്കെ കഴുകുന്നു, ചെക്കൻ കൊള്ളാം, അമ്മേനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു, കൊള്ളാം. അതിന് 2-3 മാസങ്ങളോളം അങ്ങനെ ഓടി. പിന്നെ അങ്ങോട്ട് ചരിത്രമായിരുന്നു. അതൊരു 1.5 ചരിത്രമായിരുന്നു അത്. റെസ്പോൺസ് ആദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശോകമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ജോലിയെ കിട്ടിയുള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ചെയ്യുന്ന വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ സമൂഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാം കൈപ്പണിയാണ്. ആ കൈപ്പണി എടുത്തിട്ട് വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? നീ പണിക്കൊന്നും പോണ്ടായിരുന്നടാ. വെറുതെ നീ പണിക്ക് പോയി നിന്റെ ഫാമിലിനെ പോറ്റാൻ വേണ്ടി നീ പണിക്ക് പോയിട്ട് ആ ഫാമിലിനെ തന്നെ നീ തിരിച്ച് കുറ്റം പറയുന്നു. പിന്നെ നീ എന്തിനു പോയതാ? പിന്നെ നീ എന്തിനാ ഉണ്ടാക്കിയത്? യൂട്യൂബ് വ്ളോഗറിനെതിരെ കേസ്. ഗ്രീൻ ഹൌസ് ക്ലീനിംഗ് സർവീസ് യൂട്യൂബ് ചാനലുള്ള രോഹിത്തിനെതിരെ സഹോദരിയുടെയും അമ്മയുടെയും പരാതിയിൽ ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തു. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്നതാണ് പരാതി. സഹോദരിയെയും അമ്മയും അപമാനിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതായും പരാതിയുണ്ട്. കേസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇവന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇപ്പം ന്യൂസിൽ വന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. അതിന്റെ മുമ്പേ കുറച്ച് കാര്യങ്ങൾ. ചേച്ചി, ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ട് ആണ്. റോഷ്നി എന്നല്ല, റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത്. മേ ബി അവന് സ്പെല്ലിംഗ് അറിയാത്തതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവാം. നമുക്ക് പറയാൻ പറ്റൂലല്ലോ, നമ്മളെ കാര്യമില്ല. ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ട് ആണ്. ചേച്ചി എനിക്കൊട്ടും പറ്റാത്ത കൊണ്ടാ ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ. അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിപ്ലൈ ചെയ്താ. എനിക്ക് പറ്റുന്നില്ല ചേച്ചി, പ്ലീസ്. 1 മന്തായി റോഷൻ പോയിട്ട്. ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ്.
എനിക്കൊട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് ഒന്നും അടുത്തെന്ത് ബാക്കി എന്താണ്, എനിക്കറിയില്ല ചേച്ചി, ഞാൻ പെട്ട് നിൽക്കുക, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് മെസ്സേജ്, ഒന്നും തോന്നല്ലേ, അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി. അവൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളെയും കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എൻ്റെ അനിയത്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അങ്ങനെ അവളെ കൺവിൻസ് ചെയ്തു ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ല എന്ന്. അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത്. ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പെല്ലാം ചോദിച്ചതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവർക്ക് തീരുമാനിക്കാനെന്ന് ഒരു ഡയലോഗ് ഇവളുടെയൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ആർക്കെങ്കിലും ഒന്നും അവളുടെയൊക്കെ പോയി ഇടപെടാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ, പേരൊന്നും പറയണില്ല, പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്റ്റായി. എന്തൊരു വൃത്തികേടാണ് നീ പറയുന്നത്, എന്തൊരു നാറിയാണ് നീ. സ്വന്തം പെങ്ങളെ കുറിച്ച് ഒരാൾ പോയപ്പോൾ തന്നെ മറ്റാൾ കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട്. ഇതൊക്കെ എങ്ങനെ തോന്നുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്? മെന്റാലിറ്റി എന്തായിരിക്കും? ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. റോയ് കുട്ടാർച്ചിറയുണ്ട് വിശദാംശങ്ങളുമായി. റോയ്, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? പാർവതി, ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ. ഇതിലും വലിയ അപമാനം നിനക്ക് എവിടുന്നാണ് കിട്ടാനുള്ളത്? പച്ച വീട്ടിൽ പ്രശ്നേഷും പ്രശ്നകുമാരിയും ജനങ്ങൾ കമന്റ് ബോക്സ് വഴി നിനക്ക് നൽകിയിട്ടുള്ള, അതിലൂടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേര്. പുറത്തൊന്നും ഒരു അക്കൗണ്ടിനോ ഒന്നിനും ഈ പേരില്ല. ആ ഒരു പേര് ഉപയോഗിച്ചിട്ട് ന്യൂസുകാരെടുത്തിട്ട് അലക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന് വലിയ അപമാനം നിനക്ക് കിട്ടാനില്ല. യൂട്യൂബ് ബ്ലോഗർ രോഹിത്, ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിത്തിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം, ഒരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ പരാതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ന്യൂസ് വന്നിട്ട് കത്തിക്കും. എല്ലാ ന്യൂസുകാരും പോസ്റ്ററും സ്റ്റോറിയും റീലും പിന്നെ ന്യൂസ് എല്ലാം കൂടെ ആയിട്ട് ഒരു 10-20 മിനിറ്റ് ആളുകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നതും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കത്തിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ അടുത്ത് കുറച്ച് യൂട്യൂബേഴ്സിനെ പിടിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. ആദ്യം പരാതി, കേസ്, ഇന്ന ആളുടെ പേരിൽ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരും. പിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോകുന്നത് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുപോകുന്നത്. ഇവനെ കൊണ്ടുപോകണം, അങ്ങനെയല്ല, ഇവനെ കാലിനും കൈക്കൊക്കെ ചങ്ങലിട്ടിട്ട് കൊണ്ടുപോകണം. എന്തൊരു വൃത്തികെട്ടവനെന്ന് ആലോചിക്കുക, എന്തൊരു നാറിയായി ഇവന്. ഒരു ഫാമിലി, അവന്റെ ഫാമിലി ആകെ അവനും അമ്മയും പെങ്ങളും പിന്നെ അവന്റെ വൈഫും. പലരും ഒരു പുതിയ അതിഥി, ഒരു പുതിയ പെൺകുട്ടിയെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സിൽ കണ്ടു. അത് മോശമാണ്, നിങ്ങളങ്ങനെ പറയരുത്, വളരെ മോശമാണത്. ഒരു പെൺകുട്ടീനെ കുറിച്ച് അങ്ങനെ പറയാന്ന് വെച്ചാൽ മോശമല്ലേ? ആ കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അത്രയും വർഷങ്ങളോളം അവരെ അമ്മമോനാ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ മാത്രം അങ്ങനെ പറയാൻ പാടില്ല. കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു, വളരെ മോശമാണത്. പ്രശ്നകുമാരിയുടെ പ്രശ്നമാണ്, പ്രശ്നകുമാരി ഇങ്ങനെ വന്നതുകൊണ്ടാണ്, കയറി വന്നതുകൊണ്ടാണ് അന്ന് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് വെരി ബാഡ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ബാക്കിയാണ് നമുക്ക്. കുറെ പേര് ചോദിക്കുന്നുണ്ട് അണ്ണ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്കും അറിയത്തില്ലടാ. പോകാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ച് തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നോ? ഏതാണുങ്ങൾക്ക്? ഇവിടെ അങ്ങനെ ആണുങ്ങൾക്കുള്ളതാണ് പെണ്ണുങ്ങൾക്കുള്ളതാണെന്നുള്ള. ഇവിടെ തെറ്റ് ചെയ്യുന്ന ആളുകൾ പോയി കിടക്കേണ്ട സ്ഥലമാണ് ജയില്. ഇപ്പോൾ ഇവന്റെ ഡയലോഗ് കേട്ടാൽ വിചാരിക്കും എന്തോ വലിയ സംഭവം ചെയ്തിട്ട് നിരപരാധിയായിട്ട് ഞാൻ അതിൽ നിന്ന് പൊരുതി തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമല്ലേ, അതാന്ന് വിചാരോ? എടാ, നീ നിന്റെ സ്വന്തം അമ്മേനെയും പെങ്ങളെയും സോഷ്യൽ മീഡിയയിൽ
മോശമായിട്ട് ചിത്രീകരിച്ചതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പരാതിയാണ്, വന്നിട്ടുള്ള കേസാണ്. ഇപ്പം എനിക്കിപ്പോ തോന്നുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രശ്നത്തിലെ ഒരു ആള് എൻ്റെ 4-5 വർഷം മുമ്പുള്ള കേസൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിങ്ങനെ മറച്ച് വെളുപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണ്. അപ്പം അതേപോലെ എനിക്ക് തോന്നുന്നത് പെങ്ങൾക്ക് അഫെയർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെളുപ്പിക്കുക. ഇത്രയും ഗതികെട്ട ഒരുത്തനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വന്തം അമ്മേനെയും പെങ്ങളെയും കുറിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് വിളമ്പിയിട്ട് അത് വെളുപ്പിക്കുക. എടാ ഉളുപ്പുണ്ടടാ നിനക്ക്? അവരെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റും പൈസയ്ക്കാതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ലൈഫാ. എന്തായാലും നമുക്ക് യെസ് കണ്ടന്റും പൈസ അവനെ സംബന്ധിച്ചിടത്തോളം. അത് ആ കുട്ടി ചിലപ്പോൾ അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും പല വീഡിയോസുകളും നമ്മൾ കണ്ടിട്ടുള്ള പല വീഡിയോസുകളും ഇവർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടതായിരിക്കും. അത് ആ പെൺകുട്ടി ആ പെങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടാവും. വേറെ വഴിയില്ല. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ രോഹിത് അഥവാ പ്രശ്നേഷിനെതിരെ പോലീസ് കേസെടുത്ത വിവരം ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞു കാണാം. സഹോദരിയെ മർദ്ദിക്കുക, സഹോദരിയെയും അമ്മയെയും അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക, ഇതിനാണ് ഈ പരാതിയിലാണ് പോലീസ് എന്താണെങ്കിലും കേസെടുത്തിട്ടുള്ളത്. പോലീസ് അതിന്റെ അന്വേഷണം നടത്തി വരികയാണ്. ഇവരുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന്റെ ഒരു കാരണം, ഇവർ തമ്മിൽ നേരത്തെ വലിയ സ്നേഹത്തിലായിരുന്നു, അതിന്റെ ഇവർ ഒരുമിച്ചായിരുന്നു വീഡിയോകളൊക്കെ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ സഹോദരിയുമായി അകലാനുള്ള ഒരു എന്ത് പറ്റി? ഇങ്ങനെ സഹോദരിയെ ഇത്ര അധിക്ഷേപിച്ച് സഹോദരൻ ഒരു പോസ്റ്റ് ഇടാൻ കാരണം? അത് കാശും പണവും ഈ പറഞ്ഞ കണക്ക് ഗോൾഡും ഒക്കെ വേണമായിരുന്നു. അപ്പം അതിനെ എതിർത്തതിനെ തുടർന്നാണ് ആദ്യം വീട്ടിൽ പ്രശ്നം ഉണ്ടായത്. എൻ്റെ ഗോൾഡ് എന്നുള്ള പേരിലാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ആ പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് പ്രൂഫ് വേണമായിരുന്നു. കാരണം അത് അന്നത്തെ ആ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ ഇതിനു മുന്നും കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തും ഇടുന്നതുകൊണ്ട് തന്നെ പ്രൂഫ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അത് കാണുന്നതും അടിക്കുകയാണ് ചെയ്തത്. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ അടിക്കുന്ന വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എങ്ങനെ സ്വന്തം മകനെതിരെ പറയേണ്ടി വന്ന ഒരമ്മയുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത്, ഒരു പെങ്ങളുടെയും. സ്വന്തം മകനെതിരെ മകന്റെ ക്രൂരമർദ്ദനങ്ങളും മകന്റെ സോഷ്യൽ മീഡിയയിൽ മകൻ കൊണ്ടുപോയിട്ട് അവരെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിച്ചതിനെയൊക്കെ കുറിച്ച് ന്യൂസിന് ബൈറ്റ് കൊടുക്കേണ്ടി വന്ന ഒരു അമ്മയുടെ മുഖം നോക്കിയേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ. എന്നിട്ടും പറയുന്നുണ്ട് മകനാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നൊക്കെ. ഇപ്പോൾ വരും രക്ഷപ്പെടുക, എൻ്റെ കയ്യിരിക്കുന്ന പ്രൂഫ് നഷ്ടപ്പെടാണ്ടിരിക്കുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞ് അമ്മ കിടന്ന് കരഞ്ഞു. എൻ്റെ കൊങ്ങയ്ക്കും മുടിയിലും കുത്തിപ്പിടിച്ചിരിക്കെ അമ്മ കിടന്ന് കരഞ്ഞു കേട്ടിട്ട് നാട്ടുകാർ ഓടി വന്ന് നാട്ടുകാരുൾപ്പെടെ ഇത് കണ്ടതാണ്. ഓടി വന്നതിന് ശേഷമാണ് എന്നെ വിട്ടത്. ആ സമയത്ത് നാട്ടുകാരും കണ്ടതാണ്. ദൃക്സാക്ഷികൾ എൻ്റെ അമ്മയും നാട്ടുകാരുമാണ്. അല്ലാണ്ട് അമ്മ മോനായതുകൊണ്ട് തന്നെ പോലീസിൽ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസിലും പോയില്ല. കേട്ടോ മോനായതുകൊണ്ട് പോലീസിൽ പോയില്ല. ഈ അമ്മനെ കുറിച്ചും ഈ പെങ്ങളെ കുറിച്ചുമാണ് ഇവന് ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവനത് ചെയ്യില്ല. ആ കേസ് അവിടെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോർച്യൂണർ വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അമ്മയും പെങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഫോർച്യൂണർ അതായിരിക്കും അവന്റെ ലക്ഷ്യം. കുറച്ചു കാലത്തേക്കുള്ള കണ്ടന്റ് ആയില്ലേ. ഡോക്ടറെയും കാണണ്ട എന്നുവെച്ചാൽ അവർ അവിടുന്ന് ഡയറക്റ്റ് കേസ് വിട്ടാലോ എന്നോർത്ത് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഇപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കള്ളത്തരോ എന്ന് പറയുന്നത്. കേട്ടില്ലേ? ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവരവിടുന്ന് കേസാക്കിയില്ലെന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മനെ കുറിച്ച്, ഈ പെങ്ങളെയും കുറിച്ച് ഇവരുടെ വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. പോലീസിൽ കൃത്യമായ മൊഴി നൽകിയിട്ടും വേണ്ട വകുപ്പുകൾ ചുമത്തിയില്ല. ഒപ്പം തന്നെ ഇയാളെ, ഈ വ്ളോഗറെ ഇപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ഈ രണ്ട് സ്ത്രീകളും നമ്മളോട് വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും കേട്ടില്ലേ? ന്യൂസിൽ നമ്മൾ പരാതി, ബ്ലോഗർക്കെതിരെ പരാതി, വ്ളോഗർക്കെതിരെ കേസ്, എല്ലാ ന്യൂസിലും കണ്ടു. പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ന്യൂസ്, ഈ ഒരു 24-ന്റെ ഈ ഒരു ഇപ്പം ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഒരു ന്യൂസ് ട്രെൻഡിങ്ങിലുണ്ട് യൂട്യൂബിൽ. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കൂടുതൽ വകുപ്പൊക്കെ ചേർത്തിട്ട് ഈ അടുത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കണം. എന്നാലേ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ പഠിക്കും. ഇത് വെറുതെ ആവശ്യമില്ലാതെ
കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഗോൾഡ് ചോദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതാണ് നമ്മളിപ്പം കണ്ടത്. പക്ഷേ നാളെ ഇതൊരു ഇൻസ്പിറേഷൻ ആവാം പല വ്ളോഗേഴ്സിനും. പലരും നാളെ സ്വന്തം അമ്മനെയും പെങ്ങളെയും അച്ഛനെയും മക്കളെയും കുറിച്ച് ചിലപ്പം പ്രശ്നങ്ങളായിട്ട് കച്ചറയായിട്ട് അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ അധ്വാനിച്ച് കിട്ടിയ പൈസ കൊണ്ട് ജീവിച്ചവരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അമ്മനെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും പറഞ്ഞിട്ട് നാളെ ഇതുപോലെ ആളുകൾ വരും. ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ആളുകൾക്ക്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇവന് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഇവൻ്റെ മേലിലേക്ക് ചുമത്തിയിട്ട് ഇവനെ അങ്ങോട്ട് ലോക്കാക്കണം കുറച്ച് കാലത്തേക്ക്. എന്നാലേ ആളുകൾ പഠിക്കുള്ളൂ. ഇവനെ ഇപ്പോൾ പിടിച്ചിട്ടില്ല, കേസ് വന്നിട്ടേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നേഷ് അറസ്റ്റിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം കേട്ടോ. അത് കുറച്ച് പണിയുണ്ട്, ഇത് എടുത്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരണ്ടേ. അപ്പം അങ്ങനെ വന്നേക്കാം, അതറിയില്ല. എന്തായാലും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് കറങ്ങും, മുഴുവനായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറി കത്തും. അതെന്തായാലും അങ്ങനെയാണ് വരിക. അപ്പം അങ്ങനെ വരട്ടെ, പിടിക്കട്ടെ, പിടിച്ചിട്ട് കുറച്ച് കാലം നല്ലപോലെ അങ്ങോട്ട് കിടക്കട്ടെ, എന്നാലേ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് നാളെ ആളുകൾ ഇത് പല വ്ളോഗേഴ്സ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് അമ്മനെ വെച്ചിട്ട് അഭിനയിപ്പിക്കും, അച്ഛനെ വെച്ച് അഭിനയിപ്പിക്കും. അങ്ങനെ പലതും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പൈസ കിട്ടും. 100, 200, 1000 അല്ലെ ലക്ഷങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടുക. ലക്ഷക്കണക്കിന് രൂപ. എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വരും. കാരണം ആളുകൾ വന്ന് തിരഞ്ഞിട്ട് ഇവരുടെ വീഡിയോസ് കാണും. അപ്പോൾ എന്തെങ്കിലും നല്ലൊരു ശിക്ഷ എന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫാമിലിക്ക് നീതി കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.